എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അലക്സ് ഡി കോഷിയുടെ അതിമനോഹരമായ റംബുട്ടാൻ തോട്ടത്തിലൂടെ ഒരു പ്രഭാത സവാരി നടത്താൻ പോവാണ്. തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന വളരെ ശാന്തമായ ഒരു യാത്ര. പ്രകൃതിയുടെ ഒരു മാന്ത്രികത തന്നെ നമുക്കിവിടെ നേരിട്ട് കാണാം. ഈ പച്ചപ്പൊന്ന് നോക്കൂ. ആ ഒരു ശാന്തത നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നില്ലേ? മരച്ചില്ലകളിൽ ഇങ്ങനെ പച്ചിലകൾക്കിടയിലായി ഫലങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഈ മരങ്ങൾക്ക് താഴെ കൂടിയുള്ള നടത്തം ശരിക്കും നമ്മുടെ മനസ്സിനെ വല്ലാതെ ശാന്തമാകും. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഈ തോട്ടത്തിൻ്റെ ഉടമയായ അലക്സ് ടി കോഷിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം ഈ പഴങ്ങളിലെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. പ്രകൃതി ഒരു വലിയ അധ്യാപകനാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ക്ഷമയും പ്രകൃതിയിലുള്ള വിശ്വാസവും നമ്മളെ പഠിപ്പിക്കുന്നത് ഇതേ പ്രകൃതി തന്നെയാണ്. ഇനി ഈ സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചേ, 12. അലക്സ് ടി കോഷിയുടെ വീടിന്റെ മുൻവശത്തായി വളരെ തലയെടുപ്പോടെ നിൽക്കുന്ന ചില റംബുട്ടാൻ മരങ്ങളുണ്ട്. അവയുടെ പ്രായമാണിത്. കഴിഞ്ഞ 12 വർഷമായി അദ്ദേഹം നൽകിയ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും എന്തിന് അദ്ദേഹത്തിന്റെ വലിയ ക്ഷമയുടെ തന്നെ പ്രതീകമാണ് ഈ മരങ്ങൾ അവിടെ നിൽക്കുന്നത്. ഈ വലിയ മരങ്ങൾക്ക് ചുറ്റുമായി വേറെയും മരങ്ങളുണ്ട്. അവയ്ക്ക് ഏകദേശം 5 വർഷമാണ് പ്രായം വരുന്നത്. ഈ ഇളം മരങ്ങൾ കൂടിയാകുമ്പോൾ തോട്ടത്തിന്റെ പച്ചപ്പും സമൃദ്ധിയും ഒന്നുകൂടി കൂടും. പ്രായവ്യത്യാസമൊന്നുമില്ലാതെ ഇവയെല്ലാം ഇങ്ങനെ തികഞ്ഞ ഒത്തിണക്കത്തോടെ നിൽക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു കുളിർമയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും ആവേശകരമായ ഒരു കാര്യമാണ്. അതായത് ഒരു ചെറിയ പൂവ് എങ്ങനെയാണ് തിളക്കമുള്ള രുചികരമായ ഒരു പഴമായി മാറുന്നതെന്ന്. ഈ ഒരു മാന്ത്രിക പരിവർത്തനത്തിന് സമയവും ക്ഷമയും അതുപോലെ പ്രകൃതിയുടെ കൃത്യമായ സന്തുലിതാവസ്ഥയും ആവശ്യമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വളർച്ച പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പൂവിടുന്നത് മുതൽ പഴുത്തു ചുവന്ന പഴങ്ങളാകുന്നതുവരെയുള്ള ആ മനോഹരമായ 4 ഘട്ടങ്ങൾ. പ്രകൃതി വരയ്ക്കുന്ന ഓരോരോ ക്യാൻവാസുകൾ പോലെയാണ് ഓരോ ഘട്ടവും എന്ന് തന്നെ പറയാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം, ആന്തസിസ് അഥവാ പൂവിടുന്ന സമയം. വർഷത്തിൻ്റെ തുടക്കത്തിൽ നടക്കുന്ന ഈ പ്രക്രിയ വളരെ മനോഹരമാണ് കേട്ടോ. മരങ്ങളിൽ ചെറിയ പൂക്കൾ വിരിയുകയും തേനീച്ചകൾ കൂട്ടത്തോടെ എത്തുകയും ചെയ്യും.
ആ തേനീച്ചകളുടെ മൂളൽ ശബ്ദം ഈ തോട്ടത്തിന് നൽകുന്നൊരു ജീവനുണ്ട്. അവർ പരാഗണം നടത്തുമ്പോൾ മാത്രമാണ് ഈ പൂക്കൾക്ക് ജീവൻ വയ്ക്കുന്നത്. ശരിക്കും പ്രകൃതിയുടെ ഒരു മാജിക്. ഈ പൂവിടൽ കഴിഞ്ഞാൽ പിന്നെ നിശബ്ദമായ വളർച്ചയുടെ സമയമാണ്. മനോഹരമായ ആ ചെറിയ പൂക്കൾ കൊഴിഞ്ഞ് അതിൽ നിന്ന് പച്ച നിറത്തിലുള്ള ചെറിയ കായകൾ രൂപപ്പെടും. ഈ ഘട്ടത്തിൽ മരത്തിലെ പച്ചിലകൾക്കിടയിൽ ഇവ ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ഇലകളുടെ അതേ പച്ചനിറമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ മാത്രമേ ഇവ വളർന്നു വലുതാകുന്നത് നമുക്ക് മനസ്സിലാകൂ. മൂന്നാമത്തെ ഘട്ടം വല്ലാത്തൊരു ആവേശമാണ്. അതുവരെ പച്ചപ്പണിഞ്ഞു നിന്നിരുന്ന തോട്ടത്തിൽ പതിയെ നിറങ്ങൾ മാറിത്തുടങ്ങും. പച്ച നിറമുള്ള കായ്കൾ പതിയെ നേരിയ മഞ്ഞ നിറത്തിലേക്കും പിന്നീട് ഒരു ഓറഞ്ച് കലർന്ന നിറത്തിലേക്കും മാറും. ഇതിന്റെ അർത്ഥമെന്താണെന്നോ? അതെ, മധുരമൂറുന്ന ഫലങ്ങൾ വിളവെടുപ്പിന് തയ്യാറാകുന്നു എന്ന് തന്നെ. ഈ സമയത്ത് തോട്ടം കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. ഒടുവിൽ നമ്മൾ ആ മനോഹരമായ കാഴ്ചയിലേക്ക് എത്തുകയാണ്. അവസാനത്തെയും ഏറ്റവും മനോഹരവുമായ ഘട്ടം. ഇരുണ്ട പച്ചയിലകളുടെ പശ്ചാത്തലത്തിൽ കൊമ്പുകളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തിളങ്ങുന്ന ചുവന്ന റംബുട്ടാൻ പഴങ്ങൾ. സത്യത്തിൽ മാസങ്ങളോളം നീണ്ട കാത്തിരിപ്പിനും ക്ഷമയ്ക്കും പ്രകൃതി നൽകുന്ന ഏറ്റവും രുചികരമായ സമ്മാനമാണിത്. BP കൺട്രോൾ ചെയ്യാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും റംബൂട്ടാൻ സൂപ്പറാണ്. ഇതിലുള്ള ഉയർന്ന ഫൈബർ ദഹനം വളരെ ഈസിയാക്കും. പോരാത്തതിന് ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളെ ചെറുക്കാനുള്ള ഇതിൻ്റെ പവർ അത് ശരിക്കും അപാരം തന്നെയാണ് കേട്ടോ. അതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്. ഇത് നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കാൻ മാത്രമല്ല, ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനെ ശരിക്കും ഒരു സൂപ്പർ ഫുഡാക്കി മാറ്റുന്നത്. കാഴ്ചയിലെയും മുള്ളൊക്കെ കണ്ട് കൗതുകം തോന്നുമെങ്കിലും ഇത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പുറംതൊലിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഞെട്ടിക്കുന്ന ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. ഒന്ന് നോക്കാമല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈ പഴങ്ങൾ കേവലം കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയോ നാവിന് മധുരം നൽകുന്ന രുചിയോ മാത്രമല്ല, ഇതൊരു ഗംഭീര പോഷക കലവറ കൂടിയാണ്. ഇവിടെയാണ് അലക്സ് കോഷിയുടെ ഫാർമസിസ്റ്റ് പശ്ചാത്തലം നമ്മൾ ഓർക്കേണ്ടത്. ഈ സൗന്ദര്യത്തിന് പിന്നിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്.
ഈ ചെറിയ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഒന്ന് അത്ഭുതപ്പെടും. ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിൻ സി, വിറ്റാമിൻ B5, നാരുകൾ അഥവാ ഡയറ്ററി ഫൈബർ, പിന്നെ ധാരാളം ജലാംശവും മറ്റാവശ്യ ധാതുക്കളും. ശരീരത്തിന് കൃത്യമായി വേണ്ടതെല്ലാം വളരെ അത്ഭുതകരമായ രീതിയിൽ പ്രകൃതി ഈ ചെറിയ പഴങ്ങൾക്കുള്ളിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ B5 അഥവാ പാൻറ്റോതെനിക് ആസിഡ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്വാഭാവിക എൻജിൻ പോലെയാണിത് പ്രവർത്തിക്കുന്നത് കേട്ടോ. നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജമാക്കി മാറ്റാൻ ഇത് വലിയ രീതിയിൽ സഹായിക്കും. അതായത് തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ നമുക്കൊരു എനർജി ബൂസ്റ്റ് നൽകാൻ ഇതിന് കഴിയും. അതുപോലെ തന്നെ ദഹനത്തിന് സഹായിക്കുന്ന നാരുകളാൽ സമ്പന്നമാണ് ഈ പഴങ്ങൾ. ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ വളരെ എളുപ്പമാക്കുകയും വയറിൻ്റെ ആരോഗ്യവും ആന്തരിക സന്തുലിതാവസ്ഥയും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. പുറമേ കാണുന്ന ആ പൂന്തോട്ടം എത്രത്തോളം ശാന്തമാണോ അത്രത്തോളം തന്നെ ശാന്തത നമ്മുടെ ഉള്ളിനും നൽകാൻ ഈ ഫലങ്ങൾക്ക് സാധിക്കും. റംബൂട്ടാൻ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൽ എത്രമാത്രം ജലാംശം അടങ്ങിയിട്ടുണ്ടെന്നല്ലേ. ഈ ഉയർന്ന ജലാംശവും ഇതിലെ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും ചേർന്ന് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കും. ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളി ഉള്ളിൽ നിന്ന് തന്നെ നമ്മെ ഫ്രഷാക്കി നിർത്താൻ ഇത് സഹായിക്കും. അത്രത്തോളം ഉന്മേഷം തരുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴങ്ങളെ കാണേണ്ടത് വെറുമൊരു വസ്തുവായിട്ടല്ല, മാസങ്ങളോളം ക്ഷമയോടെ കാത്തിരുന്ന് ഓരോ സീസണിലും പ്രകൃതിക്ക് വരുന്ന മാറ്റങ്ങൾ കണ്ട് ആസ്വദിച്ച് അവസാനം നമുക്ക് ലഭിക്കുന്ന മധുരമുള്ള ഒരു സമ്മാനമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. പ്രകൃതിയുടെ ആ ഒരു താളത്തെ നമ്മൾ അംഗീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ അവതരണം നമുക്കിവിടെ അവസാനിപ്പിക്കാം. പ്രകൃതി എത്ര മനോഹരമായാണ് ഓരോ കാര്യങ്ങളും നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലേ? അടുത്ത തവണ നിങ്ങൾ പ്രകൃതി നൽകുന്ന ഏതൊരു പഴം കഴിക്കുമ്പോഴും വെറുതെ ഒന്ന് ചിന്തിക്കുക, ചെറിയൊരു പൂവിൽ നിന്നും ഇത്ര മനോഹരമായൊരു ഫലമായി അത് നിങ്ങളുടെ കൈകളിൽ എത്താൻ എത്ര മാസങ്ങളുടെ നിശബ്ദമായ മനോഹരമായൊരു യാത്ര അതിന് പിന്നിലുണ്ടായിരുന്നിരിക്കുമെന്ന്. ഈ ഒരു ഓർമ്മ പ്രകൃതിയോടുള്ള നമ്മുടെ അടുപ്പം കൂടുതൽ വർദ്ധിപ്പിക്കട്ടെ. ഈ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി. വീണ്ടും കാണാം. 2026 ഹാർവെസ്റ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ മരങ്ങളുടെ കുറച്ച് തൈകൾ മാത്രം ഞാൻ ബഡ് ചെയ്ത് വിലയ്ക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വർഷം കാണാം എന്നുള്ള പ്രത്യാശയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.